പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്നും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭൂതബാധിതനായ ഒരു കുഞ്ഞുമായിട്ട് യേശുവിൻ്റെ അരികിൽ വന്ന പിതാവിനോട് യേശു പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയുമെന്നോ. അതെ, യേശു കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ദൈവപ്രവൃത്തിക്ക് കാരണമാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം. നമ്മൾ ഏതൊക്കെ പ്രതികൂലത്തിലായിക്കോട്ടെ, ഏതൊക്കെ സാഹചര്യത്തിലായിക്കോട്ടെ, പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുവാൻ, എന്നെ കരയേറ്റുവാൻ യേശു കർത്താവിന് സാധിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ വലിയ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്തത്. ഇവിടെ ആ പിതാവിനോട് കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, വിശ്വസിക്കുന്നവന് സകലം കഴിയുമെന്ന് പറഞ്ഞു. ഉടനെ ബാലന്റെ അപ്പൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്തൃത്വം നടത്തുന്നവനായ ദൈവമേ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നത് യേശു കർത്താവാണെന്ന് ഉത്തമ ബോധമുണ്ടെങ്കിൽ ആ കർത്താവിനോട് പറ, യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഈ പ്രതികൂലത്തിൽ നിന്നും, എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ആ വിശ്വാസ പ്രഖ്യാപനം ഉണ്ടാകട്ടെ. ധൈര്യത്തോടെ നാം പറയണം, കർത്താവിനുള്ള വിശ്വാസത്തെ നമ്മൾ വിളിച്ചു പറയുന്നവരായി തീരണം. ആദിമ പിതാക്കന്മാർ അവരനുഭവിച്ച വിശ്വാസത്തെ അവർ പരസ്യമായി പറഞ്ഞവരായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ യേശുവിലുള്ള വിശ്വാസത്തെ വിളിച്ചു പറയുവാൻ നമുക്ക് വലിയ നാണമാണ്. നമ്മൾ അറിഞ്ഞ സത്യത്തെ എന്തുകൊണ്ട് നമുക്ക് വിളിച്ചു പറഞ്ഞുകൂടാ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറയുവാൻ നമുക്ക് എന്താ മടി? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. യേശുവിനെ അറിയാമെന്ന് പറഞ്ഞത് കൊണ്ടായില്ല, യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടതായില്ല. പക്ഷേ സകല പാപങ്ങൾക്കും പരിഹാരം നൽകിയ കർത്താവായ യേശു ക്രിസ്തു എന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നവനാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത്. ആകയാൽ ഇന്നത്തെ ഈ പകൽക്കാലം വിശ്വാസത്തോടെ നിങ്ങൾ കർത്തൃസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലം എത്ര വലിയതാണെങ്കിലും കർത്താവ് അതിനെ മാറ്റി നൽകും. ആപത്തുകൾ ഒഴിഞ്ഞു മാറട്ടെ, രോഗങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ, കടഭാരങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ, ഏതുവിധമായ സാഹചര്യങ്ങളായിരുന്നാലും അതിനെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വസിയില് മരിച്ച നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് എന്തുണ്ടോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് എന്ന് വിശ്വസിച്ച് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി നൽകും. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്യത്തിന്റെ താഴേക്ക് പിന്നീട് വായിക്കുമ്പോൾ കാണുന്നത്, യേശു ആ ബാലന് സൗഖ്യം കൊടുത്തു. യേശു ആ ഭൂതത്തെ ശാസിച്ചു. ആ പിതാവിന്റെ ഏറ്റുപറച്ചിലാണ് അതിന് കാരണമായതെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവിശ്വാസമാണോ പല മറുപടിക്കും തടസ്സമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ അവിശ്വാസത്തെ നിങ്ങൾ മാറ്റിയിട്ട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരിക. നിങ്ങളുടെ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റും. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ച് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ഇന്നത്തെ പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.